ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ നാട്ടിൻ പുറത്തുനിന്നും അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നുമൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പലഹാരമുണ്ട്. ഏതാണെന്നറിയോ? മടക്കുസാൻ. മടക്കെന്ന് പറയും, മടക്കുസാൻ എന്ന് പറയും, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ്. പണ്ടൊക്കെ എല്ലാ ചായക്കടയിലും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരിടത്തും അങ്ങനെ ഇല്ല, പൂർവ്വമായിട്ടൊക്കെ ഉള്ളത് തോന്നും. പരിസരത്തൊന്നും കാണാനില്ല. എന്നാലും ശരി, നമുക്ക് ആ പലഹാരമാണ് ഇന്ന് ചെയ്യുന്നത്. നല്ല ടേസ്റ്റോട് കൂടി മറന്നുപോയ ആ പലഹാരം നമുക്കിവിടെ റെഡിയാക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബൗളോ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിന് ഏകദേശം ഒരു 1.5 കപ്പ് മൈദ എടുക്കുകയാണ്. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 1/4 കിലോ അളവിലാണ് മൈദ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിലുള്ള ഉപ്പ് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ മടക്കസാൻ അതായത് മടക്കപ്പം ഇതിന് ഒരു മഞ്ഞ കളറാണ്. അപ്പോൾ നമ്മൾ ആ കളറിന് പകരം അല്പം മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കളറിന് പകരമായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അപ്പോൾ ഈ വെള്ളം നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി, ഇതിന് അധികം വെള്ളം പാടില്ല കേട്ടോ. വെള്ളം കുറച്ച് ഒഴിച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം കൂടെ ഒഴിക്കുക. വെള്ളം കൂടി പോകേണ്ട, കാര്യം ഒരുപാട് വെള്ളം ആകല്ലേ. ഇനി ഈ വെള്ളത്തിൽ വേണം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് അയച്ചെടുക്കണം മാവ്. ഈ ഒരു രീതിക്ക് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ അല്ല 3/4 മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കണം. അത്ര സമയം ഇരുന്നതിന് ശേഷം വേണം നമുക്കിതെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് മാവ് ഇടം വരെ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ദേ മാവ് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണ്ട പിടിക്കണം. നല്ലൊരു ടൈലിൻ്റെ കഷ്ണമോ അതല്ലെന്നുണ്ട് ഇതേപോലെ നല്ലൊരു പല കഷ്ണം വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇതേലോട്ട് നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല കട്ടിയായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇതുണ്ട്, ഈ രീതിക്കാണ് വരേണ്ടത്. കണ്ടോ? അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കുകയാണ്. പലകട മേളിലിട്ടുന്നു. എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് അടത്തി ഇങ്ങനെ മുറിച്ചങ്ങോട്ട് ഇടുക, ഓരോ ബോൾ പോലെ. ഇതേപോലെ വേണം. ഒരു 6 ബോൾ പിടിച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതായത് ഞാൻ പറഞ്ഞ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പിടിക്കത്തില്ല, അതേപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതേപോലെ 6 ചപ്പാത്തിക്കുള്ള ബോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ടൊന്ന് പിറക്കി മാറ്റിയാണ്. ഇനി നമുക്ക് ഇത് ചപ്പാത്തി പിരിക്കാം. ഇച്ചിരി അരിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിക്ക് നമുക്ക് പരത്തിയെടുക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ രീതിക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ അല്പം സമയം കൂടെ വെച്ചതിന് ശേഷം ഇതേപോലെ എടുക്കാവുള്ളൂ. ഇതേപോലെ ഒന്ന് പിടിച്ച് അങ്ങോട്ടിടുക. അത് ഇതേപോലെ 6 നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഓയിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഓയിലോ നെയ്യോ ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ബ്രഷിന് ഒന്ന് തൂത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി അരിപ്പൊടിയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാര്യം ഒരു ലെയറൊക്കെ കിട്ടാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് ഇങ്ങോട്ടെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അതുകൂടി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ അല്പം ഓയിൽ ഇങ്ങനെ ബ്രഷിന് തൂത്ത് കൊടുത്തിട്ട് ഈ അരിപ്പൊടി ഒരല്പം ഇങ്ങനെ അങ്ങോട്ട് വിതറി കൊടുക്കുക. ഈ രീതിക്ക് വേണം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ലെയറായിട്ട് ഇങ്ങനെ അടുക്കി വെക്കാം. ഇതേപോലെ തന്നെ വേണം ബാക്കി കൂടെ റെഡിയാക്കി എടുക്കാൻ. ലാസ്റ്റത്തെയാണ് അതുകൂടി ഇങ്ങനെ വിടും.
യാനാമത്തിൻ്റെ മുകൾ വശത്ത് പൊടി ഇടേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് പരത്തി ഇതേപോലെ എല്ലാ ഭാഗവും ഒന്ന് നിരത്തി വെക്കുക. ഹോട്ടലിലൊക്കെ ആകുമ്പോഴത്തേക്കും പൊറോട്ട കല്ലുണ്ട്, അതിലൊക്കെയാണ് ഇത് വരുന്നത്. നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പോൾ അതില്ലല്ലോ, ഈ ഒരു സൗകര്യമല്ലേ. അപ്പോൾ ഈ ഒരു സൗകര്യത്തിൽ വേണം അത് ചെയ്തെടുക്കാൻ. നമുക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അപ്പോൾ ഇതിങ്ങനെ അടത്തിയെടുത്ത് നോക്കണം, കാര്യം ഒട്ടിപ്പിടിക്കല്ലേ. ഇനി ഈ സൈഡ് അത് കളയാണ്, കാര്യം എന്നാണെന്നറിയോ, ഇത്ര സ്പേസ് അല്ലേ ഉള്ളൂ. ഇനി ഇത് നമുക്കിത് ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് കൊടുക്കും. ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കും. ഈ സൈഡ് കൈ കൊണ്ട് ഒന്ന് കനം കുറച്ച് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ഒന്നുകൂടെ ഇതേപോലെ മടക്കി റെഡിയാക്കുക. ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഇനി നമുക്കത് മുറിച്ചെടുക്കണം. ഈ ഒരു രീതി. ഇതേപോലെ ഇപ്പോൾ ലെയറായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ പരത്തിയെടുക്കണം. എങ്ങനെയാണെന്നല്ലേ ഇതേ ഇങ്ങനെ ഒന്ന് പരത്തി ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ഇവിടുന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിക്ക് അത് പരത്തി വെക്കുക. ഇനി ഇത് വിട്ടിരിക്കട്ടെ. നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് വറുത്തെടുക്കുക. അടുപ്പ് കത്തിച്ച ശേഷം ഞാനൊരു കടായി അങ്ങോട്ട് വെക്കുകയാണ്. ഒരല്പം നേർന്ന പാത്രമാണെങ്കിൽ അതാണ് നല്ലത്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം തീ കുറച്ച് വെക്കണം. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നും അങ്ങോട്ട് പിറക്കിയിടാം. അപ്പോൾ ഇത് മുകളിലോട്ട് പൊങ്ങി വരണം. മിക്ക എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോൾ തീ കുറച്ച് വെച്ച് അതിൻ്റെ അകത്താണ് റെഡിയാക്കുന്നത്. കാര്യം എന്നാണെന്നറിയോ, ഇതിൻ്റെ ആകാശമൊക്കെ നല്ല മൊരുതി കിട്ടണം. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് റെഡിയാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇതേപോലെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് നല്ല ഒരു മുരുമുരാന്നിരിക്കത്തില്ല, ആ രീതിക്ക് എടുക്കണം. അപ്പം നമ്മൾ കുറച്ച് സമയമായി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് രണ്ട് ഭാഗവും ഒന്ന് റെഡിയാക്കി എടുക്കണം. കാര്യം പിന്നെ അകവും നല്ലപോലെ ഇതായിരിക്കണം, മൊരിയണം. ഇനി നമുക്കിതും കോരിയിടും. ഇപ്പം എണ്ണ ഒന്ന് നിർത്തി കോരണം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ചായക്കടയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയ എണ്ണച്ചട്ടി അല്ലേ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് പടപടാന്ന് പറക്കി അങ്ങോട്ടിട്ട് അങ്ങനെ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ സൗകര്യങ്ങളല്ലേ ഉള്ളൂ. എല്ലാ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഉള്ള സൗകര്യത്തിൽ എണ്ണപ്പലഹാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇത് ഇതേപോലെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. കാരണം ഇത് മധുരമുള്ള ഐറ്റമാണ്. ഈ അടുപ്പിലിട്ട് തന്നെ ഒരു പാത്രം അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് പഞ്ചസാര കൂടെ വേണം. ഏകദേശം അത്രയില്ല, ഞാനൊരു ഇതേപോലെ ഒരു 2 തവി പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് സിറപ്പാക്കി എടുക്കണം. കാര്യം അത്രയും മുക്കിയെടുക്കത്തക്ക രീതിയിലുള്ള വെള്ളം കൂടെ ഒഴിക്കുക. അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 100-150 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം അത്രയും വേണം, ഇത്ര സാധനമില്ല. അപ്പോൾ നമ്മുടെ സിറപ്പൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. വേണ്ട ഒരു നൂൽ പരുവം ഇങ്ങനെ ആകുന്നുണ്ട്. ഇത് വേണ്ട സിറപ്പ് റെഡി ആയതിന് ശേഷം നമുക്ക് അടുപ്പങ്ങ് നിർത്താം. ഇനി ഇത് സിറപ്പിൻ്റെ അകത്തോട്ട് ഇത് മുക്കി അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ രണ്ടായിട്ടൊന്ന് പെരട്ടി
അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് സിറപ്പിൻ്റെ അകത്തുനിന്ന് പുരട്ടിയെടുക്കട്ടെ. ഈ പഞ്ചസാര അങ്ങോട്ട് വിതറാം. അപ്പം നമുക്ക് വീട്ടിൽ ഇച്ചിരി സമയം മെനക്കെട്ടാലും നല്ലൊരു മടക്ക് സാധനം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് അല്പസമയം ഇരിക്കണം, ഇരുന്ന് ഈ തണുത്തതിന് ശേഷം വേണം ഇത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഹോട്ടലിലെ രീതിക്കൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. മടക്ക് സാധനം എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതേ രീതിയിലൊക്കെയാണ് മടക്ക് സാധനം ചെയ്യുന്നത്. ഹോട്ടലിലൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. വീട്ടിലാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയ സൗകര്യത്തിൽ വേണം അതൊക്കെ ചെയ്യാൻ. പക്ഷേ എന്നാ സംഭവം പൊളി ഐറ്റം തന്നെ. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ മടക്ക് സാധനം ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.